എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അഞ്ജന ഭവാനിയോട് പറയുവാണ്, എനിക്ക് അജയ് അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കണ്ട. അജയെ എന്റെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇനി എന്റെ പരിശ്രമങ്ങൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അഞ്ജന. ആ സമയത്ത് നമ്മുടെ ഭവാനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഈ കല്യാണം എന്തായിരുന്നാലും മുടങ്ങും എന്ന് തന്നെ പറയുന്നുണ്ട്. ഭവാനി പിന്നെ അഞ്ജനയോട് പറയുവാണ്, നീ പോയി റെഡി ആയിട്ട് വരാൻ പറയുന്നുണ്ട്. അച്യുതൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അച്യുതന്റെ ഭാര്യ ചോദിക്കുവാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്, എന്താ അച്യുവേട്ട പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് അച്യുതൻ പറയുവാണ്, ഒരു ദിവസം നമ്മുടെ ഭൂമിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് ഭൂമിയെ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും നമ്മൾ മാത്രമേ എന്റെ മനസ്സിൽ ഇപ്പോൾ ചിന്തയുള്ളൂ. എനിക്കത് ആലോചിച്ചിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, സമാധാനവും എനിക്കില്ല. ഇതേസമയം അച്യുതന്റെ ഭാര്യ ചോദിക്കുവാണ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഭൂമി എത്തുന്നുണ്ട്. ഭൂമി ചോദിക്കുവാണ്, എന്താ ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സംഭാഷണം, എന്താ ഇവിടെ ഒരു രഹസ്യം പറയും, എന്നോട് കൂടി ഒന്ന് പറയും, എന്നാലല്ലേ എനിക്കും കൂടെ അറിയാൻ പറ്റത്തുള്ളൂ. ഭൂമി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അച്യുതൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. സമയം തന്നെ നമ്മുടെ ഭൂമി പറയുവാണ് അച്യുതനോട്, സത്യൻ സാറിന്റെ ഭാര്യയും മകളെയും കാണാനില്ല, അതെങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കണം അച്ഛാ എന്ന് ഭൂമി ജാജ് അച്യുതനോട് പറയുവാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത എന്റെ ശ്രമം എന്ന് ഭൂമി ജ അച്യുതനോട് പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ അച്യുതൻ ഒന്നും കൂടെ ഞെട്ടുന്നുണ്ട്. സമയം തന്നെ നമ്മുടെ അച്യുതന് പേടിയായിട്ട് പറയുവാണ്, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ഇങ്ങ് ഊരി തന്നേക്കെന്ന് പറയുന്നുണ്ട്. അച്യുതൻ അത് ഊരി വാങ്ങുന്നത്, അതാണ് ഏക സാക്ഷിയായിട്ടുള്ളത്. അഭിരാമിയാണ് ഈ ഭൂമി എന്ന് അറിയാൻ വേണ്ടിയുള്ള ഏക സാക്ഷി എന്ന് പറയുന്നത് ആ മാലയാണ്. അത് പേടിച്ചിട്ട് നമ്മുടെ അച്യുതൻ ഊരി വാങ്ങുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ അച്യുതൻ കേട്ടപാടെ ആ മാല ഊരി അച്യുതന്റെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. മാല ഊരി കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അച്യുതൻ അത് നോക്കി വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിജ ബാങ്കിൽ പോയിരുന്നു. എന്താന്ന് വെച്ചാൽ അച്ഛന്റെ സർജറിക്ക് വേണ്ടി കുറച്ച് ക്യാഷ് എടുക്കാൻ വേണ്ടി അവള് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുവാണ്, നിങ്ങളുടെ ഫയൽ റിജക്റ്റ് ചെയ്തു. ആ സമയത്ത് ഭൂമിജ എന്ത് പറ്റി സാർ എന്ന് വിഷമത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ആ കാശ് കിട്ടിയാലേ അച്ഛന്റെ സർജറി നടക്കത്തുള്ളൂ, അതുകൊണ്ട് ആണ് ഭൂമി വിഷമിച്ച് ഇരിക്കുന്നത്. ഭൂമി വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അജയും മുത്തശ്ശിയും എല്ലാവരും ഭവാനിയും എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അഞ്ജന കയ്യിൽ കർപ്പൂരം കത്തിച്ചു വച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അജയും അഞ്ജനയും തമ്മിലുള്ള വിവാഹം നടത്തില്ലെന്ന് മുത്തശ്ശി പറഞ്ഞത് കാരണം ആ വിഷമത്തിലാണ് പോയി. എല്ലാ തെറ്റുകൾക്കും ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അവൾ കർപ്പൂരം കത്തിക്കുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ മുത്തശ്ശിയുടെ മനസ്സ് അലിയുന്നുണ്ട്. മാത്രവുമല്ല അജയും വിഷമത്തോടുകൂടി നിൽക്കുന്നുണ്ട്. അവൾ ദേവിക്ക് മുന്നിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ വിവാഹം നടക്കുവാൻ വേണ്ടി എന്ന് ഭവാനി വിഷമത്തോടു കൂടി പറയുവാണ്. ഇത്രയൊക്കെയാണ് പ്രൊമോ വിശേഷമായിട്ട് കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.